ഓട്ടോമാറ്റിക് നീങ്ങുന്നുണ്ടോ? ഓട്ടോമാറ്റിക് ഇങ്ങനത്തെ ഒരു വണ്ടി കണ്ടേക്കണ റോൾസ് റോയ്സ് ആണ്. ഫ്രണ്ടിരിക്കുന്ന ആളുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. തണുത്ത വെള്ളം. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് രാവിലെ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് വാട്സപ്പിൽ ഒരു സുഹൃത്ത് തന്നതാണ് കേട്ടോ. സുഹൃത്ത് വേറെ അല്ല, ഇതിൻ്റെ ഓണർ തന്നെയാണ് നമുക്ക് അയച്ചത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഇന്നോവ. ഇദ്ദേഹം ഈ ഒരു ഇന്നോവ വണ്ടി എവിടെ നിന്നോ മലപ്പുറത്തുകാരിൽ നിന്ന് വാങ്ങിച്ചൊരു വണ്ടി. പക്ഷേ ഇത് തുറക്കുമ്പോഴാണ് ഇതിൻ്റെ രസകരമായിട്ടുള്ള കാഴ്ച എന്നെ വളരെയധികം എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സുഹൃത്തുക്കളേക്ക് ഈ ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചത്. യെസ്, ഒന്ന് തുറക്കട്ടെ. ഇതൊക്കെ സത്യം പറഞ്ഞ ഒരു നാടകമായിട്ട് നിങ്ങൾ തോന്നുന്നത് കേട്ടോ. നമ്മുടെ സുഹൃത്തിനെ നേരത്തെ പരിചയം. നിങ്ങളുടെ പേരെന്ന് പറഞ്ഞോ? നാദിർഷയാണ്. നാദിർഷയുടെ ഒരു പ്രത്യേകത, നാദിർഷ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നാദിർഷ. പക്ഷെ നാദിർഷയുടെ ഒരു ആഗ്രഹം നിറവേറ്റി അല്ലേ? പറ, നിങ്ങൾ തന്നെ ശരിയൊക്കെ പറഞ്ഞിട്ട്. ഞാനിത് വേറെ ആളായിരുന്നു വാങ്ങിച്ചു. നമുക്ക് വണ്ടികളോട് ഭയങ്കര ക്രൈസസ് ആണ്. ഞാൻ വണ്ടി ബ്ലോഗറല്ല, ഇപ്പൊ തന്നെ പറഞ്ഞു. ഞാനിത് കണ്ടപ്പോ എനിക്കൊരു എക്സൈറ്റ്മെന്റ് തോന്നിയിട്ട് എടുക്കുന്നതാണ്. ആ പറയും, നമുക്ക് വണ്ടിയോട് ഭയങ്കര ക്രൈസ് ആണ്. ക്രൈസിന് പുറത്ത് വാങ്ങിയതാണ്. അപ്പൊ ഇതൊരു കാര്യം ഒന്ന് തുറക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. ഓ യെസ്, രാജകീയ പ്രൗഢിയിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് കണ്ട മൂപ്പര് ഇതൊരു ചെറിയൊരു മിനി കാരവൻ എന്ന രൂപത്തിലാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു വണ്ടീനെ. ഫിറോസെ, നമ്മുടെ ഫിറോസ് ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരാൾ കൂടെ ആയിട്ട് ഇരിക്കുന്നത്. നിങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങും ബ്രോ. ഇത് നിങ്ങൾ രാജകീയമായ ബ്രോ എങ്ങനെയുണ്ട്? ഇതെന്താ ഓട്ടോമാറ്റിക് നീങ്ങുന്നുണ്ടോ? ഓട്ടോമാറ്റിക് ആണോ? കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആണോ? ഇത് ഇലക്ട്രോണിക് ആണ് സീറ്റ് രണ്ടും. ആണോ? അതെ, ഇലക്ട്രോണിക് സീറ്റ് ആണ്. പിന്നെ ഫ്രിഡ്ജ് ഉണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴേ തണുത്ത വെള്ളം. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണക്കാരനും ഇങ്ങനത്തെ ഒരു ലക്ഷറി വണ്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലേ, നീ ഇപ്പൊ എന്തായാലും നീ ഒരു വണ്ടി പ്രാന്തനാണല്ലോ. നീ ഇങ്ങനത്തെ ഒരു വണ്ടി കണ്ടേക്കണ റോൾസ് റോയ്സ് ആണ് അല്ലേ? അല്ല, ആൾക്കാർ വിചാരിക്കും നമ്മൾ ഇനി മുതൽ വണ്ടി വ്ളോഗ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. വണ്ടി വ്ളോഗ് ചെയ്യല്ല, ഇത് ഇദ്ദേഹം നാദർഷയുടെ ഒരു ഓരോരുത്തർക്കും ഓരോ ഭ്രാന്താണല്ലോ നാദർഷ. ഒന്ന് എന്താ പറയുക, ഇതിന്റെ ഓഡിയോ സിസ്റ്റങ്ങളൊക്കെ ഒന്ന് കാണിച്ചു നമ്മള്. ഇത് നാദിർഷയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് സത്യം പറഞ്ഞാൽ ഇതിന് വേറെ ഒരു ക്രെറ്റ വാങ്ങിക്കും ആണല്ലേ? അപ്പൊ ഇത് കൊടുക്കാൻ പോണോ? വല്ല ലാഭകരമായിട്ടുള്ള പ്രൈസ് ആണെങ്കിൽ എനിക്ക് അല്ല, എന്താ അറിയാം, ഇത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഫിറോ അടുത്ത പദ്ധതി അല്ലേ. ഒന്ന് എന്തായാലും ഒന്നുകൂടെ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളെ ഇതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കട്ടെ നാദർഷ. ഒന്ന് കാണിക്കും. നിങ്ങളാകുമ്പോ ഇത് കാണിക്കാമല്ലോ. നാദർഷനെ അങ്ങനെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇതില് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ഓട്ടോമാറ്റിക്കലി, ഇത് ഇലക്ട്രോണിക് ആണ്, ഓട്ടോമാറ്റിക്കലി വരുന്നു. ഇതൊരു സ്ലീപ്പറായി നമുക്ക് മാറി കഴിഞ്ഞു. ഓട്ടോമാറ്റിക്കലി വരുന്നു. ഇതൊരു സ്ലീപ്പറായി നമുക്ക് മാറും. ഒരാൾക്ക് ഫുള്ള് കിടക്കാം. അതുപോലെ തന്നെ നമുക്ക് റിമോട്ടാണ് ഇത്. റിമോട്ട്, TV റിമോട്ട് ഉണ്ട്. ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെയുള്ള ടേബിളും കൂടി. ഓക്കെ. ഓ, രണ്ട് മുതലാളിമാർക്ക് ഒരു ഡിസ്കഷനൊക്കെ ചെയ്ത് വണ്ടിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫിറോയാണ് ഡ്രൈവറെങ്കിൽ ഡ്രൈവർ ഇവിടെ ഇരിക്കുന്നു. മുതലാളിക്ക് ഇങ്ങനെ എന്താ പറയുക, നല്ല കംഫർട്ടായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു വട്ടിലേക്ക് തിരിഞ്ഞ് എന്താണിത്? ഈ ഒരു ആശയം എവിടെ നിന്നാ ഇങ്ങനത്തെ ഒരു താല്പര്യം തോന്നിയത്? എന്റെ ഒരു ഫ്രണ്ടിന്റെ യൂറോപ്പില് ഇങ്ങനെ അറിഞ്ഞതാണ്, കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആണല്ലേ? രാത്രിയില് എന്റെ ഒരു സുഹൃത്തുമായിട്ട് ഞങ്ങൾ പോയി. ആണല്ലേ? അപ്പൊ തന്നെ രാത്രി വണ്ടി എടുത്തു വന്നു. ഇതിന്റെ ഒരു ഓഡിയോ സിസ്റ്റം ഒന്ന് കാണിച്ചേ. അതുകൂടെ ഒന്ന് നമ്മുടെ സുഹൃത്തുക്കൾ. അല്ല, ഓഡിയോ ബാക്കിൽ എന്ത് സ്പീക്കറാ വെച്ചിരിക്കുന്നത്? ആണോ? ഓ, JBL 2 സ്പീക്കർ. JBL അല്ല, വൂഫർ ഉണ്ട്, ഒരു സബ് വൂഫർ ഉണ്ട്, ആംപ്ലിഫയർ ഉണ്ട്, പിന്നെ ഒരു എക്സ്ട്രാ ഇവിടെ ഒരു സ്പീക്കർ കാണാം. 2 സ്പീക്കേഴ്സ് ഇവിടെ ആണല്ലേ? എന്തായാലും ഒരു വണ്ടിയുടെ കാഴ്ചകൾ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. എന്താ അറിയോ നാദർഷ, നിങ്ങൾ എന്താ പറയുക, നമ്മുടെ ഒരു ആഗ്രഹങ്ങൾ നിറവേറാൻ ഓരോരുത്തർ കാണിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നാദർഷ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ രാവിലെ നമ്മുടെ വാട്സപ്പിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കട്ടെ, ഇങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ എൻ്റെ വ്യൂ ഒന്ന് കാണാമല്ലോ. ഓ, ഇവിടെ എങ്ങനെ അല്ലേ, ഇത് TV ഫ്രണ്ടിലിരിക്കുന്ന ആളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഫ്രണ്ടിരിക്കുന്ന ആളുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. അതുപോലെ നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ മൈക്ക് ഉണ്ട്. ഇതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
ഇതുണ്ടോ ഇവിടെ മൈക്കുണ്ട്. ഈ മൈക്കിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ വണ്ടി നിർത്തണം എനിക്കൊരു ചായ കുടിക്കണമെന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതിൽ പറയാ മതി. ആണല്ലേ? അതാണ് എന്തായാലും അത് അടിപൊളിയായിട്ടൊരു ഒരു കാര്യം. എങ്ങനെയാണ് നിനക്ക് എന്തെങ്കിലും ഒരു എനിക്ക് പറഞ്ഞ റോൾസ് റോയ്സ് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവര് ഈ സാധനം. അല്ല നീ ഡൽഹിയിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഡൽഹിയില് ദിലീപ് ചാബ്ര എന്ന് പറഞ്ഞ DC മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അവര് പണ്ടേ മുതൽ ഇതുപോലെ ഇന്നോവ ഇതുപോലെ മാറ്റിയെടുക്കുന്നതാണ്. ആണല്ലേ? അതെ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഇത് അതപ്പോ നിങ്ങളിപ്പോ ഇത് നിങ്ങളുടെ രൂപത്തിലേക്ക് മാറ്റിയതാണോ? ഇതൊക്കെ വാങ്ങിച്ചിട്ട് പേപ്പറൊക്കെ നിങ്ങളുടെ ഇതിലേക്ക് മാറ്റി? റാപ്പിങ്ങോ? ഇത് പെയിന്റിംഗ് അല്ല, പെയിന്റിംഗ് അല്ല, ഇത് റാപ്പിംഗ് എന്ന് പറയും. ഓക്കെ 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 ഓക്കെ. ഒരു മറ്റേ വിനൈല് പോലത്തെ ഒരു ഇതാണ്. ഓഹോ ഹോ ഹോ ഹോ, അതാണ് പരിപാടി അല്ലേ? അത് വിൽക്കാൻ നേരത്താണെങ്കിൽ ഇത് പറിച്ചു. അല്ല അതല്ല, മുപ്പര് വിൽക്കാൻ പോണ നീ മേടിച്ചോണെങ്കി ബുക്കില് റെഡ് ആൻഡ് ബ്ലാക്ക്, മേളില് ബ്ലാക്ക് ആണ് ഫുൾ ഓഫ്. ആണല്ലേ? റെഡ് ആൻഡ് ബ്ലാക്ക് ബുക്കിലാക്കിയിരിക്കുകയാണ്. ഓക്കെ. അതുകൊണ്ട് വേറെ മറ്റൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ 2008 മോഡലാണ് വണ്ടി. ആണല്ലേ? ഈ മോഡലാണ്, ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. 1,47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1,47,000. അല്ല ഇതെന്താ വിഷയം പറയാ, ഇത് വണ്ടി കച്ചവടത്തിന്റെ അല്ലാത്ത കാരണം നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ പരിപാടിയൊക്കെ ഒന്ന് നോക്കിയേക്കാം. ഫുൾ ഓഫ് പെയിന്റിംഗ് ആണ്. ഇത് നിങ്ങൾ വാങ്ങിച്ച ഇങ്ങനെ പെയിന്റ് അടിച്ച് കിട്ടുന്നതാണല്ലേ? ഓക്കെ. ഡ്രൈവറും ആളും തമ്മിൽ യാതൊരു ഒരു വേണമെങ്കിൽ ഒരു ഡ്രൈവർ ഒരു സെക്രട്ടറി അല്ലേ? അതുപോലെ ഡ്രൈവർക്ക് ബൈക്കിൽ സംസാരിക്കാൻ ഇവിടെ ഒരു മൈക്ക്. ഓക്കെ ഓക്കെ. അത് ഞാൻ അപ്പുറത്തൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. അതൊക്കെ എന്തായാലും ഒന്ന് കാണിച്ചേക്കാം ഫിറോ. എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരുപക്ഷെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വണ്ടിയുടെ ഒരാളല്ല, ഞാൻ വണ്ടിപ്രാന്തനുമല്ല. എൻ്റെ ഉള്ള വണ്ടി തന്നെ മാറണ്ടേ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു കൗതുകം നമുക്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒന്ന് കാണിച്ചിരുന്ന ഇതാണ് അതിൻ്റെ മൈക്ക് അല്ലേ? ഫ്രിഡ്ജൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതതിൻ്റെ ഒരു സൈഡ് പോർഷൻ അല്ലേ? സൈഡ് പോർഷൻ മൊത്തത്തിൽ ഈ കളറ് ഈ ഒരു പാറ്റേണിലേക്ക് വാങ്ങിച്ചൊരു പക്ഷേ ഡിസൈൻ ചെയ്തായിരിക്കും ഒരു പക്ഷേ. ആരെങ്കിലും മേടിച്ച വിറ്റ എൻ്റെ കമ്മീഷൻ തന്നേക്കണോട്ടെ. എന്തായാലും ഇത് രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. നാദൃഷ്ട നമ്മളുടെ രാവിലെ നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. അപ്പം ഞാനത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. എന്തായാലും കൊള്ളാം. ഇതേപോലെയൊക്കെ രസകരമായിട്ടുള്ള ആനന്ദം കണ്ടെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഇതൊക്കെ ഒരു സന്തോഷം തന്നെയാണ് ലൈഫിൽ അല്ലേ? എന്താ നമ്മുടെ ഒരു ഡ്രീമാണ് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ പോവുക, യാത്ര ചെയ്യാൻ. നമ്മളെ കൊണ്ട് പറ്റുന്ന എമൗണ്ടിൽ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നു, ചെയ്തു പോകുന്നു എന്നുള്ളത്. അപ്പൊ എന്തായാലും വാങ്ങാനുള്ള സെറ്റപ്പ് പാവങ്കണ്ടൽ റോൾസ് റോയ്സ്. എന്തായാലും ആദർശം നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. നമ്മൾ വിളിച്ചപ്പോൾ തന്നെ വന്നു, നമ്മൾ തമ്മിൽ കണ്ടു, സംസാരിച്ചു. അപ്പോൾ ഇത് നാദർഷയുടെ ഒരു ആഗ്രഹമായിരുന്നു. ഇത് പുള്ളി പറഞ്ഞല്ലോ, സെക്കൻഡ് പുള്ളി വാങ്ങിച്ചാണെന്ന് പുള്ളി ഇതിൻ്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അതൊരു സത്യസന്ധതയുള്ള കാര്യം തന്നെ. അല്ലാണ്ട് ഞാൻ പുതിയത് ഉണ്ടാക്കി ഡിസൈൻ ചെയ്താണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ആ സത്യസന്ധത കൊടുക്കണം മക്കളെ, ഒരു ലൈക്ക് എന്ന് പറഞ്ഞ പോലെ. എന്നാലും വളരെ സന്തോഷം. ഇനിയും നമുക്ക് ഇതേപോലുള്ള ഒരു പ്രാന്തന്മാരൊക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരെയൊക്കെ നമുക്ക് എന്തായാലും പരിചയപ്പെടുത്താം. അപ്പോൾ കാണട്ടോ, സന്തോഷം. ബൈ.